ഹലോ നമസ്കാരം. റിയാക്റ്റും ഫയർബേസ് ഉപയോഗിച്ച് ടിക്ടോക്ക് ലോഞ്ച് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തുടർന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് തന്നെ എന്ത് ചെയ്യാം, കുറച്ച് പ്രോപ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് ആൾറെഡി നമുക്കിവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ഡമ്മി ആയിട്ടുള്ള കുറച്ച് ഡാറ്റകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് കുറച്ച് പ്രോപ്സുകൾ പാസ് ചെയ്യാം. അതായത് ഈ വീഡിയോയിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്സ് വഴി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പ്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നുള്ളൊരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളൊരു കമ്പോണൻസിന് മറ്റൊരു പേജിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ URL എന്ന് ചേർത്തു, അതേപോലെ തന്നെ ചാനൽ എന്ന് ചേർത്ത് കൊടുത്തു, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എന്നും നമ്മൾ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ വന്ന് അടുത്തത് സോങ്സ് എന്നും നമ്മളിവിടെ ചേർത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ലൈക്സ് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് മെസ്സേജസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഷെയർസ് എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും പ്രോപ്സാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. URL, ചാനൽ, ഡിസ്ക്രിപ്ഷന്, സോങ്സ്, അതേപോലെ തന്നെ ലൈക്സ്, അതേപോലെ തന്നെ മെസ്സേജ്. ഓക്കെ, ഇത്രയും പ്രോപ്സുകൾ ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഏറ്റവും താഴെ ഈ വീഡിയോൻ്റെ ഉള്ളിലായിട്ട് നമുക്കിവിടെ ആൾറെഡി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഫൂട്ടർ നിലയിലേക്ക് നമുക്ക് അവിടുന്ന് പാസ് ചെയ്ത് വരുന്ന വാല്യൂസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചാനൽ എന്നുള്ളിടത്ത് നമ്മൾ ഈക്വൽ ടു ഇട്ടതിന് ശേഷം ബ്രേസസിൻ്റെ ഉള്ളിൽ, ഫ്ലവർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മളിതുപോലെ എന്ത് ചെയ്തു, ചാനൽ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, പ്രോപ്സായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാനലിൽ ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് ഈക്വൽ ടു ഫ്ലവർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിതിൽ ഡിസ്ക്രിപ്ഷൻ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് സോങ്സ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് സോങ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ബ്രേസസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സോങ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈക്സ്, അതേപോലെ തന്നെ ഷെയർ, ഇവിടെ ലൈക്സ് എന്നാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലൈക്സ്, അതേപോലെ തന്നെ ഷെയർ, മെസ്സേജസ് എന്നുള്ളത് ആൾറെഡി നമുക്കിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൾറെഡി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ആപ്സിൽ പോകാം. ഇതൊന്നും ഞാനൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ആപ്സിൽ പോവാം. ആപ്സിൽ പോയതിന് ശേഷം നമുക്കൊരു വീഡിയോൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് URL ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ URL ഇട്ടതിന് ശേഷം നമുക്കിതിലേക്കൊരു URL ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആൾറെഡി നമ്മളിവിടെ കൊടുത്ത ഈ URL ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അത് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ URL നമ്മളിവിടെ വന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഏതാണോ MP3 ആ URL ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം URL എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷമായിട്ട് നമുക്ക് വേണ്ടത് ചാനൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ചാനലിൻ്റെ പേരെന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ചാനലിൻ്റെ പേര് ഞാൻ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് ചാനലിൻ്റെ പേരായിട്ട് വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ വന്ന് പിന്നെ ആവശ്യമായിട്ട് വരുന്നത്, ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് ഡിസ്ക്രിപ്ഷനാണ്. എന്താണോ നമുക്ക് ഡിസ്ക്രിപ്ഷൻ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷന് നൈസ് വീഡിയോ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ വരുന്നത് സോങ്സ് ആണ്. എന്താണോ നമുക്ക് സോങ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, സിംഗിൾ കൊട്ടേഷൻ ടെക്സ്റ്റ് ആയതുകൊണ്ട് നമ്മളത് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് എത്ര ലൈക്സ് ആണോ പാസ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ലൈക്ക് എന്നിട്ടതിന് ശേഷം നമ്മൾ ഈ രൂപത്തിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈക്ക് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് മെസ്സേജസ് എത്രയാണോ വേണ്ടത് അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മെസ്സേജസ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര മെസ്സേജസ് ആണോ അതിലേക്ക് പാസ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് ഷെയർസ് എത്രയാണോ വേണ്ടത് അതും നമുക്കിവിടെ വന്ന് പാസ് ചെയ്ത് കൊടുക്കാം. ഷെയർ ഞാനൊരു 1 2 3 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതെന്താണ്, സേവ് ചെയ്ത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം കൂടി വരുത്താം. നമുക്കിവിടെ വന്ന് ഈ വീഡിയോ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് പാസ് ചെയ്യുന്ന ആ ഡാറ്റാസിനെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ആ URL എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രൂപത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് URL എന്ന് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണായിട്ടുണ്ട്. നമുക്കിവിടെ വന്ന് ആ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ആ ലൈക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്, മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്, അതേപോലെ ഷെയർ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ കൊടുത്ത ആ ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കറക്റ്റാണ്. ഇനി നമുക്കിത് ചെയ്യാം, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാം. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫയർബേസ് എന്നുള്ള ഡാറ്റാബേസാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ഫയർബേസിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഒരു പുതിയൊരു ടെർമിനൽ നമ്മളിവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒരു പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ഫയർബേസ് എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്യാം. കുറച്ച് സമയം വരും. അപ്പോൾ അത് നമുക്കിവിടെ ആഡ് എന്നുള്ള കമാൻഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്ന് ചേർത്തതിന് ശേഷം ഇവിടെ വന്ന് ആഡ്, അതിന് ശേഷം നമുക്ക് ഏതാണോ ആഡ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ അത് ആഡ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് ഇവിടെ മുമ്പൊരു ഫയർബേസിൻ്റെ ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫയർബേസ് എന്ന് ചേർത്ത് കൊടുത്തു. ഫയർബേസ് ആപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ആപ്പ് എന്ന് എഴുതുമ്പോൾ ഈ എ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈക്വൽ ടു ഇടുക. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് ഫയർബേസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു ഡോട്ട് ഇനീഷ്യലൈസ് ആപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക. ആപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് ആപ്പ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണം. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫയർബേസ് കോൺഫിഗ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സെമിക്കോളൻ ഇടാം. അതിനുശേഷം നമുക്കിതിൻ്റെ നേരെ താഴെ ഒരു കോൺസ്റ്റ് വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാം. അതിന് നമ്മൾ പേര് DB എന്ന് കൊടുത്തു. DB ഈക്വൽ ടു ഫയർബേസ് ആപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. നമ്മളിവിടെ മുകളിൽ ക്രിയേറ്റ് ചെയ്ത ആപ്പിൻ്റെ പേരാണ്. എന്നിട്ട് ഇവിടെ വന്ന് ഫയർ സ്റ്റോർ എന്ന് കൂടി ചേർത്ത് കൊടുത്തു. അതായത് ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയർ സ്റ്റോർ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാണ്, എക്സ്പോർട്ട് ഡിഫാൾട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഡിഫാൾട്ടായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന DB എന്നുള്ളതാണ്. അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി സേവ് ചെയ്യാം. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് അത് തുടർന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് പുതിയൊരു ടാബിൽ ഫയർബേസ് ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് കുറച്ച് ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടറിൽ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫയർബേസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫയർബേസ് അക്കൗണ്ട് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഫയർബേസിൻ്റെ അക്കൗണ്ട് നമ്മളിവിടെ, അതായത് നമ്മളിതിന് ക്രിയേറ്റ് ചെയ്ത ആ പ്രൊജക്റ്റ് നമ്മളിവിടുന്ന് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ടിക്ടോക്കിൽ നിന്നുള്ള ആ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തെടുത്തു.
അതിനുശേഷം ഇവിടെ വന്ന് ഈ ബിൽഡിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കിവിടെ വന്ന് ഫയർബേസ് ഡാറ്റാബേസ് ഫയർസ്റ്റോർ ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒന്ന് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് മോഡ് സെലക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് അമർത്താം. ഇവിടെ ഇതിലൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനാബിളിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാർട്ട് കളക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒരു കളക്ഷൻ ഐ ഡി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കളക്ഷൻ ഐ ഡി ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് വീഡിയോസ് എന്ന് ചേർത്തു. അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് ഐ ഡി എന്നുള്ളത് നമ്മൾ ഓട്ടോ ഐ ഡി ആയി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫീൽഡുകളൊക്കെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ഫീൽഡ് എന്നുള്ളത് നമ്മളിവിടെ വന്ന് ചാനൽ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ചാനലിൻ്റെ വാല്യൂ എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഒരു ഡാറ്റ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വീണ്ടും ആഡ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്തു. അടുത്തത് നമ്മളിവിടെ വന്ന് ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനായിട്ട് ഞാനിവിടെ വന്ന് നൈസ് വീഡിയോ എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് ചേർത്തു. വീണ്ടും നമുക്കിവിടെ വന്ന് ആഡ് ഫീൽഡിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ലൈക്സ് ആണ്. അപ്പോൾ ഞാൻ ലൈക്സ് ആയിട്ട് ഞാനിവിടെ വന്ന് അണ്ടർ പിക്സൽ ചേർത്തു. ലൈക്സ് എന്നുള്ളത് നമ്പറിലായതുകൊണ്ട് നമുക്കിവിടെ വന്ന് സ്ട്രിങ് എന്നുള്ളത് മാറ്റി നമ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ ആഡ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആഡ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് മെസ്സേജസ് ആണ്. എത്ര മെസ്സേജസ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ നമ്പറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്പറിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് ഞാനൊരു മെസ്സേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ആഡ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് ഷെയർസാണ്. എത്ര ഷെയർ വേണമെന്നുള്ളത് തീരുമാനിക്കാനാണ്. അപ്പോൾ ഷെയർസ് എന്ന് ചേർത്ത് കൊടുത്തു. അത് നമ്മൾ നമ്പറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്പർ എന്നുള്ള ഫീൽഡ് സെലക്ട് ചെയ്തു. ഞാനൊരു ഷെയറിൻ്റെ എണ്ണം ഇവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് സോങ്സ് ആണ്. അതായത് നമ്മുടെ ടിക്ടോക്കിലേക്ക് എന്തൊക്കെയാണ് ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് വീണ്ടും ഒന്നുകൂടി വേണം, URL എന്നുള്ളൊരു ഫീൽഡ് കൂടി വേണം. URL നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത URL ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഒന്ന് റീലോഡായി വരുന്നോളെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എല്ലാം കൊടുത്തതെല്ലാം നമുക്കിവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ചാനൽ, ഡിസ്ക്രിപ്ഷന്, ലൈക്സ്, മെസ്സേജസ്, ഷെയർസ്, അതേപോലെ സോങ്സ്, അതേപോലെ തന്നെ വീഡിയോ, അങ്ങനെ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ആഡായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിവിടെ വന്ന് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോവാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്സിൽ പോയിട്ട് നമുക്ക് ഈ വീഡിയോസുകളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഈ ആപ്സ് ഇതിൻ്റെ നേരെ താഴെയായിട്ട് ഓക്കെ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് ആയതുകൊണ്ട് കോൺസ്റ്റ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് വീഡിയോ എന്നാണ്. അപ്പോൾ വീഡിയോ എന്ന് ചേർത്ത് കൊടുത്തു, വീഡിയോസ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സെറ്റ് വീഡിയോ എന്നും ചേർത്ത് കൊടുത്തു, വീഡിയോസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് യൂസ് സ്റ്റേറ്റ് എന്നും ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് സ്റ്റേറ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു എംപ്റ്റി അറേ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്നുമില്ലാത്തൊരു അറേ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റിനെ നമുക്കിവിടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റിനെ ഇമ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്ന്
ഇമ്പോർട്ട് അതിനുശേഷം സ്പേസ്, എന്നിട്ട് ഈ ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് യൂസ് സ്റ്റേറ്റ്, അതിനുശേഷം ഫ്രം എവിടെ നിന്നാണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. റിയാക്റ്റ് നിന്നാണ് ഇമ്പോർട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, തുടർന്ന ഒരു ക്ലാസ്സിൽ പറയാം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഡാറ്റാബേസിലേക്ക് ഡാറ്റാസ് ആഡ് ചെയ്യുന്നത് മാത്രവും അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് പ്രോപ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഈ വീഡിയോൻ്റെ തുടർന്ന് വരുന്ന ഭാഗം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ സംസാരിക്കാം.